الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുഴുവൻ സമയങ്ങളിലും യഥാർത്ഥ മുത്തഖീങ്ങളായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അർഹമർ റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം അവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശ്വാസത്തിന്റെ പരിപൂർണതയിൽ പെട്ടതാണ് തവക്കുൽ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. തവക്കുൽ ഇല്ലാത്തവർക്ക് വിശ്വാസമില്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസതയുടെ പരിപൂർണത. അങ്ങനെയുള്ളവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും സ്വർഗ്ഗം പ്രദാനം ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻകബൂത്തിൽ നമ്മോട് പറയുന്നത് കാണാം. والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا. അല്ലാഹുവിനെ വിശ്വസിക്കുകയും അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ അവൻ സ്വർഗ്ഗത്തിൽ അല്ലാഹു മുറികൾ അറകൾ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള സ്വർഗമാണ്! അതിന്റെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സുന്ദരമായ ദൃശ്യ സൗന്ദര്യമുള്ള സ്വർഗമാണത്. ഖാലിദീന ഫീഹാ, അതിൽ അവരെന്നും നിത്യവാസികളായിരിക്കും. നിഅമ അജ്റുൽ ആമിലീൻ,
സൽക്കർമ്മകാരികൾക്ക്, പ്രവർത്തിക്കുന്ന കർമ്മനിരതരായ ആളുകൾക്ക് എത്ര നല്ല, എത്ര അനുഗ്രഹമായ പ്രതിഫലമാണ് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു അവരുടെ ആ ഗുണങ്ങൾ ഇങ്ങനെ എടുത്തു പറയുകയാണ്. അല്ലദീന, എങ്ങനെയുള്ള വിശ്വാസികളാണ്, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിക്കുന്നവരാണ്. ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പരീക്ഷണങ്ങളിലും കഷ്ടനഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും അല്ലാഹുവിൽ സബ്ർ ചെയ്യുന്നവരാണ്. വലാ റബ്ബിഹിം യതവക്കലൂൻ, തങ്ങളുടെ രക്ഷിതാവിൽ എല്ലാം വരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അവനുകളെ സ്വീകരിക്കാനും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ ഉറഫുകള്, അറകൾ ലഭിക്കുവാനും അല്ലാഹു പറഞ്ഞ നിബന്ധന ക്ഷമയോടുകൂടി റബ്ബിൽ തവക്കുൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന സംഗതിയാണ്. വർത്തമാന കാലഘട്ടത്തിൽ വിശ്വാസികളിൽ നിന്ന് തവക്കുൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും എന്റെ കഴിവും പ്രാപ്തിയും കൊണ്ട് നേടുമെന്ന ചിന്തയിൽ നിന്നാണ് പരാജയങ്ങളും നിരാശകളും ഉണ്ടാവുന്നത്. എല്ലാം എന്റെ റബ്ബിന്റെ കഴിവാണ്, റബ്ബിന്റെ തുണയാണ്, അവനെ അത് എനിക്ക് സാധ്യമാക്കൂ എന്ന ഒരു തവക്കുലുണ്ടെങ്കിൽ നിരാശകളും അതുപോലെ തന്നെ തോൽവികളും നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നെന്നറിയുമ്പോൾ ആ വിശ്വാസികളുടെ നിലപാട് എന്താണ് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ 51-ാം ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറയുന്നു, ഓ നബിയെ പറയുക, ഞങ്ങളെ ഒരു മുസീബത്തും ഒരു ദുരിതവും ബാധിക്കുന്നില്ല. അല്ലാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതല്ലാതെ, അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതല്ലാതെ മറ്റൊരു മുസീബത്തും ആരെ കൊണ്ടും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് എന്ത് പ്രയാസം വന്നിട്ടുണ്ടോ അത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കാൻ വേണ്ടി, ഞങ്ങളുടെ ഈമാനെ ശക്തിപ്പെടുത്താൻ വേണ്ടി റബ്ബ് നൽകുന്ന പരീക്ഷണമല്ലാതെ ഒരു പരീക്ഷണവുമില്ല. ഹുവ മൗലാന, ഈ പരീക്ഷണങ്ങളും ഞങ്ങളെ കാത്തുരക്ഷിക്കാൻ, ഇതിൽ നിന്ന് ഞങ്ങളെ വിജയിപ്പിക്കാൻ ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ ഉടമസ്ഥനാണ് അല്ലാഹുവാണ്. അവൻ ഞങ്ങളുടെ ഈ പ്രയാസങ്ങളിൽ നിന്ന്, ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന ദുരിതങ്ങളിൽ അവൻ ഞങ്ങളെ കാത്തുകൊള്ളും. സത്യവിശ്വാസികള് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആളുകളൊക്കെ പറയാറുണ്ട് തവക്കുൽ ചെയ്തിട്ടും കാര്യം നേടുന്നില്ല എന്ന്. കാര്യങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തിട്ടും ആ കാര്യങ്ങൾ സാധ്യമാകുന്നില്ല എന്ന പരാതി ധാരാളം ആളുകൾക്കുണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ ഹഖ്ഖ തവക്കുലിഹി, യഥാർത്ഥമായ രൂപത്തിൽ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യണം. അങ്ങനെ തവക്കുൽ ചെയ്താൽ അവർക്ക് അല്ലാഹു മതിയായവനാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവർക്ക് ജീവിതത്തിന്റെ വിഭവങ്ങള് അവർ ഉദ്ദേശിക്കാത്ത, അവർക്ക് മനസ്സിലാകാത്ത, അവർ കണ്ടെത്താത്ത രൂപത്തിൽ പടച്ച റബ്ബ് അവർക്ക് ജീവിതത്തിലുള്ള വിഭവങ്ങൾ നൽകും. ഏതൊരാൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നുവോ അവൻ അവന് മതിയായവനാണ്. ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ, അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. തഖ്വയിൽ ഉണ്ടാവേണ്ട ഒന്നാമത്തെ ഉറപ്പതായിരിക്കണം, എല്ലാ കാര്യത്തിനും റബ്ബ് കഴിവുള്ളവനാണ്. നമ്മുടെ ഭൗതികമായ കണ്ണിലൂടെ അതൊക്കെ നടക്കുമോ, അത് സാധ്യമാകുമോ, അത് കിടക്കുന്ന കാര്യമാണോ എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട്, കഴിവുകൊണ്ട് നമ്മളൊരു കാര്യവും വിലയിരുത്താൻ പാടില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ് റബ്ബ്. അല്ലാഹു ആവർത്തിക്കുന്നവനല്ല, അല്ലാഹു പുതിയത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. ആ റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവരാണെന്ന ചിന്ത തവക്കുൽ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഏത് നടക്കാത്ത കാര്യവും ആ റബ്ബ് നമുക്ക് നടത്തി തരും. അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ നോക്കൂ,
ഒരു മനുഷ്യന്റെ തവക്കുല് ശരിയാവണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ പാലിക്കണമെന്ന് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ മദാരിജുസ് സാലിഖീൻ എന്ന കിതാബിൽ അദ്ദേഹം അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ചില നിബന്ധനകളൊക്കെ പാലിച്ച് ആ നിബന്ധനകൾക്ക് അനുസൃതമായിട്ടാണ് തവക്കുൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് പരാജയപ്പെടുകയില്ല. ഒന്നാമതാ നിബന്ധന എന്താണ്? മഅരിഫത്തുല്ലാഹി ബിസിഫാതിഹി വഅസ്മാഇഹി, അല്ലാഹുവിനെ കുറിച്ച് അറിയലാണ്. ആരാണ് നിങ്ങൾ തവക്കുൽ ചെയ്യുന്നത്? ആ റബ്ബാനാണെന്ന പടച്ചവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിൽ ശരിയായ ബോധ്യമുണ്ടാകണം. ബിസിഫാതിഹി, അവന്റെ ഗുണങ്ങള്, അവന്റെ ക്വാളിറ്റീസ് എന്താണെന്ന് അറിയണം. വഅസ്മാഇഹി, അവന്റെ പേരുകളുടെ അർത്ഥവും വ്യാപ്തിയും എന്താണെന്ന് മനസ്സിലാക്കണം. എങ്കിൽ ആ റബ്ബ് അല്ലാഹുവിനെ ശരിയായി അറിയാത്ത ഒരാൾക്ക് അവൻ പൂർണ്ണമായി തവക്കുൽ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ ഉറക്കാത്ത തവക്കുലായിരിക്കും. നടക്കോ നടക്കില്ലേ, ഇതൊക്കെ പടച്ചോരത്ത് പറഞ്ഞപ്പോ നടക്കോ എന്ന ചിന്തയിൽ അല്ലെ നമുക്ക് നടക്കുമെന്നൊരു കാര്യമാണെങ്കിൽ അത് റബ്ബിനോട് പറയേണ്ട ആവശ്യമില്ല അല്ലെ. ഏത് നടക്കുന്ന കാര്യവും അത് നടക്കണമെങ്കിൽ റബ്ബിന്റെ തൗഫീക്ക് വേണം. നമുക്ക് നടക്കുമെന്ന് തോന്നുന്ന കാര്യം അത് ശരിയായി നടക്കണമെന്ന് റബ്ബിന് തൗഫീക്ക് വേണം. അതുപോലെ തന്നെ നമുക്ക് നടക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളും നടത്താൻ കഴിവുള്ളവനാണ് റബ്ബ് തആല എന്ന വിശ്വാസം ഉണ്ടാകണം അല്ലെ. ആദം അലൈഹിസ്സലാമിനെ എന്ത് ലോജിക്കിലാ സൃഷ്ടിച്ചത്? ലോജിക്ക് ചിന്തിക്കുന്ന ആളുകള് ആദം അലൈഹിസ്സലാമിനെ എന്ത് ലോജിക്കിലാ സൃഷ്ടിച്ചത്? ഈസാ അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിൽ എന്ത് ലോജിക്കാണുള്ളത്? അവിടെയാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈസാ അലൈഹിസ്സലാമിനെ പിതാവില്ലാതെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ പടച്ച റബ്ബ് ആദം അലൈഹിസ്സലാമിനെ മാതാവും പിതാവുമില്ലാതെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ പടച്ചവൻ. എല്ലാ കാര്യങ്ങളും കാര്യകാരണ ബന്ധത്തിന് അതീതമായി കൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് അല്ലാഹു. മനുഷ്യനാണ് ഒരു കാര്യം നടക്കാൻ കാര്യവും കാരണവും ആവശ്യം. പടച്ച റബ്ബിന്റെ കാര്യവും കാരണമില്ല, അത് അവൻ ഉണ്ടാക്കുന്നവനാണ്. കാര്യവും കാരണം അവൻ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് അള്ളാഹു ഉണ്ടാക്കിയ കാര്യവും കാരണവും വേണമെന്നുള്ളതാണ്. അതുകൊണ്ട് റബ്ബിനെ കുറിച്ച് അറിയാത്തവരാണ് തവക്കുൽ ചെയ്താൽ ആ തവക്കുലിന് ഉറപ്പുണ്ടാവില്ല. പടച്ച റബ്ബിനെ അവന്റെ പേരുകളും ഗുണങ്ങളും ഉണ്ടാവണം അല്ലെ. മുഹീദ്ദീൻ ശൈഖ് കാക്കട എന്ന് തവക്കുൽ ചെയ്താൽ, അതെ മുമ്പൊക്കെ നമ്മുടെ നാടുകളിൽ തവക്കുലുള്ളത് തെങ്ങ് കുലച്ചാൽ, വാഴ കുലച്ചാൽ, കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയാൽ, കച്ചവടം തുടങ്ങുമ്പോൾ അപ്പോൾ ശൈഖ് മുഹീദ്ദീൻ റഹിമഹുല്ലാഹിലോ ബദരീങ്ങളോ തവക്കുൽ ചെയ്യും. ഇതൊരു പ്രയാസവുമില്ലാതെ വിജയിച്ചു വന്നാൽ ഞാൻ ഇന്നത് ചെയ്യാം. ആരോട് തവക്കുൽ ചെയ്യുന്നു? അല്ലാഹുവിന്റെ പടപ്പായ മഹാനായ അലിം മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹിയോട്. എന്നാൽ അവിടെ ഉണ്ടാവുന്ന ശിർക്ക് എന്താണ്? ആ ശിർക്ക് ഈ കാര്യം നിറവേറ്റാൻ കഴിവുള്ളത് അല്ലാഹു മാത്രമാണ്. ഒന്നാമത് മുഹീദ്ദീൻ ശൈഖിന്റെ ഖബറുള്ളത് എവിടെയാ? അന്ന് ഇറാഖിലെ ബാഗ്ദാദിലാണ്. ഇവിടുന്ന് എത്ര കത്തി നിലവിളിച്ചാലും അങ്ങോട്ട് കേൾക്കുമോ? ഇല്ല. അപ്പോൾ അതാണ് അള്ളാന്റെ പേരറിയണം എന്ന് പറഞ്ഞത്. എല്ലാം കേൾക്കാൻ കഴിവുള്ളവൻ, സംസാരശേഷിയില്ലാത്തവന്റെ മനസ്സിന്റെ പ്രാർത്ഥനയും കേൾക്കാൻ കഴിയുന്ന റബ്ബ്. അപ്പോൾ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹി അല്ലെങ്കിൽ മറ്റേതൊരു മഹാനെയോ മഹാനാത്തവരെയോ വിളിച്ചാലും അവര് കേൾക്കുന്ന പരിധി രണ്ടായെങ്കിൽ അല്ലാഹുവിന്റെ സമീഅ എന്ന് പറയുന്ന പേരിലും ഗുണത്തിലും ശിർക്ക് ചെയ്തു, പങ്കുചേർത്തു. രണ്ട്, എല്ലാം ചെയ്യാൻ കഴിവുള്ള ആള് മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് മലയാളം അറിയില്ല, അദ്ദേഹത്തിന് തമിഴ് അറിയില്ല. അപ്പോൾ തമിഴിൽ പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയുമെന്ന് പറഞ്ഞാൽ അല്ലാഹു ആലിമാണ്, എല്ലാം അറിയുന്ന റബ്ബാണ് ആലിം. അല്ലാഹുവിന്റെ ആലിം എന്ന് പറയുന്ന സിഫത്തിൽ ശിർക്ക് ചെയ്തു. അതുപോലെ നമ്മൾ ചോദിക്കുന്ന കാര്യം, എന്റെ മകനെ പാസ്സാക്കണേ, അതിന് പഠിക്കുന്നതൊക്കെ ഓർമ്മയിൽ നിൽക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മനസ്സുകളെ നിയന്ത്രിക്കാൻ കഴിയുള്ളവൻ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ സിഫത്തിൽ അല്ലാഹുവിന്റെ കരുത്തിൽ ശിർക്ക് വന്നു. ഒരൊറ്റ വിളിയിൽ 100 അല്ലാഹുവിന്റെ ഗുണങ്ങളിൽ ശിർക്ക് വന്ന് ചേരുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു ആരാണ്, അല്ലാഹുവിന്റെ പേരെന്താണ് ഇത് അറിയാത്തത് കൊണ്ടാണ് മുഹീദ്ദീൻ ശൈഖ് ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അപകടം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. കാരണം അല്ലാഹുവിന്റെ സിഫത്ത് എന്താ, അല്ലാഹുവിന്റെ പേരെന്താന്ന് അറിയില്ല. അതുകൊണ്ടാണ് ആ പാവങ്ങള്. അതിനെന്താ കുഴപ്പം? ഇത്രയും കാര്യങ്ങൾ ആ ഒരൊറ്റ വിളിയിൽ ഇത്രയധികം ഇനിയും ഒരുപാട് പറഞ്ഞു പോയാൽ കിട്ടാവുന്ന അല്ലാഹുവിന്റെ പേരുകളും
സിഫത്തുകളും ശിർക്ക് വരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ തവക്കുലിന്റെ പടച്ച റബ്ബിന്റെ സിഫത്തുകളിലും അവന്റെ അസ്മാകളിലും വേറെ ആരെയും പങ്കുചേർക്കാൻ പാടില്ല. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയുമോ? തവക്കുൽ ചെയ്യുകയാണെങ്കിലും ഭൗതികമായ അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തിരിക്കണമെന്നുള്ളതാണ്. അല്ല, ഒന്നും ചെയ്യാണ്ട് വീട്ടിൽ നിന്ന് തവക്കൽ തുറന്നാട്ട് കിട്ടോ? അതിന്റെ ഭാഗമാണ് റസൂലുള്ളാഹിയെ കാണാമെന്ന സ്വഹാബി റസൂലുള്ളാഹിനെ കണ്ട ആവേശത്തോടുകൂടി വേഗം വന്ന ഒട്ടകത്തിനോട് ഉപേക്ഷിച്ചുകൊണ്ട് നബിയുടെ കൂടി എന്നിട്ട് പറഞ്ഞു, ആ ഒട്ടകം റസൂലിന്റെ ഒട്ടകം തുറന്ന റസൂൽ പറഞ്ഞു, അത് പോയി കെട്ടിയിടുന്നൊരു തവക്കുൽ പറയും. കെട്ടിയിട തവക്കുൽ പറയും, നീ ചെയ്യേണ്ടതിനെ ചെയ്യ, നിന്നോട് റബ്ബ് പറഞ്ഞ കാര്യം. അതേപോലെ ഒരാൾ എയർപോർട്ടിലേക്ക് 1 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ അവൻ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് തവക്കത്ത് അടങ്ങാതെ ഓട്ടോറിക്ഷ കയറി എത്തൂല. അതിന് സ്പീഡുള്ള വേഗതയുള്ള പവറുള്ള വണ്ടിയിൽ കയറണം. എന്നിട്ട് ബിസ്മില്ലാഹി തവക്കത്തു അലല്ലാഹ് എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഭൗതികമായി നമുക്ക് തന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം തവക്കുൽ ചെയ്യാൻ. ഒന്നും ചെയ്യാതെ തവക്കത്ത് അലല്ലാഹ് പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ വിഡ്ഢികളെന്നാ പറയാ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സബബായി അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ആ കാരണങ്ങൾ നമ്മൾ പ്രവർത്തിച്ചതിന് ശേഷമാണ് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. അല്ലെ, മക്കൾക്ക് മൊബൈൽ കൊടുത്തിരിക്കുക, നെറ്റ് കയറ്റി കൊടുത്തിരിക്കുക, എന്നിട്ട് സമയം ഒന്നുമില്ല, എപ്പോഴാണ് എന്ത് ഉപയോഗിക്കാം, എന്നിട്ട് അവസാനം ഏതെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടുമ്പോ അല്ലെ അതൊക്കെ തവക്കൽത്തല്ല അല്ലെ. എന്നിട്ട് പറയാ, ഞാൻ തവക്കൽ ചെയ്തു, പക്ഷെ എന്റെ മോള് ചീത്തയായി, എന്റെ മോൾ ചീത്തയായി. നമ്മൾ ഭൗതികമായി സൂക്ഷിക്കേണ്ട കാര്യത്തെ സൂക്ഷിക്കാതെ പടച്ചറപ്പിൽ തവക്കൽ ചെയ്യാൻ അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ലക്ഷ്യത്തിലെത്താൻ ആവശ്യമായ ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതും തവക്കുലിന്റെ ഭാഗമാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കയ്യിലുള്ള ഭൗതികമായ വിഭവങ്ങളിൽ നമ്മൾ തവക്കുൽ ചെയ്യാൻ പാടില്ല. അല്ലാഹുവാണ് തവക്കുൽ ചെയ്യേണ്ടത്. എന്റെ ഒരു നല്ല പവർഫുൾ ആയ കാറുണ്ട്, ഇതൊക്കെ 1/2 മണിക്കൂർ കൊണ്ട് പാലക്കാടത്തെന്ന് വിചാരിച്ചാൽ അത് പോയി, അത് തവക്കുലല്ല. ഇൻഷാ അല്ലാഹ് വണ്ടിന്ന് കുഴപ്പമില്ല, അല്ലാഹ് ഉദ്ദേശിച്ചെത്തും 1/2 മണിക്കൂർ കൊണ്ട്, അത് തവക്കുൽ. അല്ലാതെ എന്റെ അടുക്കൽ നല്ല വണ്ടിയുണ്ട് 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ പാലക്കാടത്തും എന്ന് പറഞ്ഞാൽ അത് വണ്ടിയിലാണ് തവക്കുൽ ചെയ്യുന്നത്, അല്ലാഹുവിലല്ല. നമ്മുടെ കയ്യിലുള്ള സാമഗ്രികളിലോ ഉപകരണങ്ങളോ തവക്കുൽ ചെയ്യരുത്, അത് നന്നാവണം. അതോടൊപ്പം തവക്കുൽ അല്ലാഹുവിലായിരിക്കണം. ഇത് നോക്കൂ, മൂന്നാമതായി തവക്കുൽ ശരിയാവാൻ ചെയ്യേണ്ട കാര്യം തൗഹീദുൽ ഖൽബി ലിറബ്ബി, ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള അല്ലാഹുവിന്റെ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ക്യാൻസർ വന്നു, കിഡ്നി ഫെയിലറായി, അല്ലെങ്കിൽ അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ പേരറിയാത്ത രോഗം വന്നു, റബ്ബ് തവക്കുൽ ചെയ്ത് ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോ മറ്റൊരാൾ വന്നിട്ട് പറയുകയാണ്, അവിടെ പോയാലേ അവിടേക്ക് ഒരു കണ്ണ് നേർച്ചയാക്കിയാൽ, അല്ലെങ്കിൽ കാല് നേർച്ചയാക്കിയാൽ, അല്ലെങ്കിൽ ഇത്ര രൂപ നേർച്ചയാക്കിയാൽ ശുക്ര മാറുട്ടോ, സംഗതി മാറും. എന്തായി? അള്ളാഹു തവക്കുൽ ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇബ്ലീസ് വന്നുകൊണ്ട് പറയുക, അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് തവക്കുൽ ചെയ്യാൻ, അവിടേക്ക് നേർച്ചയാക്കാൻ, അവിടെ പോയി പ്രാർത്ഥിക്കാൻ. അപ്പോൾ തവക്കുലുമായി ഒന്ന് പോയാലോ, എന്താണ് പോയി നോക്കുക എന്ന് ആ ഒരു സെക്കൻഡ് കൊണ്ട് തവക്കുൽ പോയി. റബ്ബിനെ തവക്കുൽ ചെയ്താൽ പിന്നെ ഹഖ്ഖ തവക്കുലിഹി, സത്യമായ തവക്കുലാകണം അല്ലെ. അതുകൊണ്ട് അതിനൊരു എന്താണ് സുമ്മനം നിർത്താൻ, പിന്നെ അതിന് ഇളക്കുണ്ടാവാൻ പാടില്ല, അത് ചാഞ്ചാട്ടുണ്ടാവാൻ പാടില്ല. തൗഹീദ് ഉറച്ചു നിൽക്കണം. അല്ലാഹുവാണ് എല്ലാ തവക്കുലിന്റെയും കാതലായ വശം, അല്ലാഹുവാണ് എന്നും അല്ലാഹു മാത്രമാണ് എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന ബോധം ഹൃദയത്തിൽ ഉറയ്ക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് മറ്റാരെയും ഭയപ്പെടാതെ അല്ലാഹു ബലമേൽപ്പിക്കാൻ കഴിയൂ. ഒരു 25 വർഷം, ഒരു 30 വർഷം മുമ്പ് കേരളത്തിൽ സംഭവം ഉണ്ടായി. എന്താണ്? ഒരു മനുഷ്യന് അബ്ദുറഹ്മാൻ കുട്ടികളില്ല, അയാൾ എന്ത് ചെയ്തു? ഭർത്താവിനോട് പ്രാർത്ഥിച്ചു, എല്ലാ ദർഗകളിലും പോയി പ്രാർത്ഥിച്ചു, കുറെ ചികിത്സിച്ചു. അവസാനം അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോയിക്കൊണ്ട് അത് വിഗ്രഹാരാധന നടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ചെന്നുകൊണ്ട്, അവിടെ ചെന്നുകൊണ്ട് തുലാഭാരം നേർച്ച ചെയ്താൽ കുട്ടി ജനിക്കും. അദ്ദേഹം നേർച്ചയാക്കി, അദ്ദേഹത്തിന് കുട്ടി ജനിച്ചു. ഇപ്പൊ എന്തായി? മുമ്പിൽ പോയി തുലാഭാരം നടത്തി, പത്രത്തിലൊക്കെ ഫോട്ടോ ഒക്കെ വന്നതാ അല്ലേ?
യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ക്ഷമല്ല. ഇബ്ലീസ് അയാളെ പരീക്ഷിച്ചു. പടച്ചറപ്പിൽ അതാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ക്ഷമിക്കുന്നവരാണവര്, തങ്ങളുടെ റബ്ബിൽ രക്ഷിതാവിനെ പരമേൽപ്പിക്കുന്നവരുമാണ്. തവക്കുൽ ചെയ്ത ക്ഷമ വേണം, അത് കിട്ടാനുള്ള ഒരു ക്ഷമ വേണം. അല്ലെങ്കിൽ ശിർക്കിലേക്ക് ശൈത്താൻ തോന്നിപ്പിക്കും. കൊടുക്കുന്ന അള്ളന്നെ കുഞ്ഞ് ജനിച്ചത് പ്രപഞ്ചനാഥനായ ജഗന്നിയന്താവായ റബ്ബുൽ ആലമീന്റെ അനുഗ്രഹം കൊണ്ട്, അവരുടെ കുതിർത്ത് കൊണ്ടാണ് കുഞ്ഞ് ജനിച്ചത്. പക്ഷേ അത് അള്ളാഹുവിന്റെ പടപ്പുകളെ കൊണ്ടാണ് എന്ന് ഇബ്ലീസ് അവനെ വിശ്വസിപ്പിച്ചു. അതോടെ അവന്റെ ഈമാൻ പോയി, അവൻ ശിർക്ക് ചെയ്തു. അതുകൊണ്ട് അള്ളാഹുവിന്റെ തവക്കുൽ തൗഹീദ് ഹൃദയത്തിൽ ഉറച്ചുണ്ടാവണം, അതിലിളകാൻ പാടില്ല. പല പരീക്ഷണവും വരും, തവക്കുൽ വേഗം കൊണ്ട് കിട്ടുമൊന്നുമില്ല. ആ തവക്കുൽ ശരിയാണെന്ന് റബ്ബ് പരീക്ഷിച്ചുകൊണ്ടിരിക്കും. നാലാമതായി അള്ളാഹുവിന്റെ ഹൃദയമർപ്പിക്കണം. എന്നിട്ട് അതിനൊരു സമാധാനം കണ്ടെത്തുകയും വേണം. എന്റെ റബ്ബിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ വിശ്വാസവും, എല്ലാ ആരാധനയും, എല്ലാ ചിന്തയും അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അതിന് സമാധാനം കണ്ടെത്തണം. പിന്നെ ഇങ്ങനെ ഇളകാൻ പാടില്ല, അല്ലെ? മറിച്ച് ഹൃദയം അള്ളാഹുവിന് ശാന്തമാകുന്ന അവസ്ഥ, അതോടുകൂടി ഹൃദയത്തിന് ശാന്തത ഉണ്ടാവണം. പിന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ എന്റെ പഠിച്ചോനെ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്റെ റബ്ബിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന ആ ഒരവസ്ഥ. ഒരു കുട്ടി, ഒന്നുമറിയാത്തൊരു കുഞ്ഞ് തന്റെ മാതാവോ പിതാവോ കൈപിടിച്ചുകൊണ്ട് എവിടേക്ക് പോയാലും അതിന്റെ പിന്നാലെ പോകുന്നു. കാരണം ആ കുട്ടിക്ക് അത്ര വിശ്വാസം, ഉമ്മാനെയും വാപ്പാനെയും. ഇതേപോലെ അള്ളാഹുവിനെ വിശ്വസിക്കണം. പടച്ചറപ്പ് പറഞ്ഞ കാര്യത്തിൽ സംശയമില്ലാതെ, ചോദ്യമില്ലാതെ അതിന്റെ പിന്നാലെ പോകണം. അതാണ് അള്ളാഹുവിൽ സമാധാനം കണ്ടെത്തുക എന്നുള്ളത്, അള്ളാഹു വിശ്വസിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ അടുത്തതായിട്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുണ്ടാകണം. പടച്ചറപ്പിനെ കുറിച്ച് അവരെന്നെ ഇഷ്ടമുള്ളവനാണ്, എന്നെ സ്നേഹിക്കുന്നവനാണ്, എനിക്കെല്ലാം തരാൻ കാത്തിരിക്കുന്നവനാണ് എന്ന് ചില ആൾക്കാർ പറയും. എത്ര കാലായി എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല, അവർക്കത് കിട്ടിയിട്ട് അള്ളാഹിനോട് ഇഷ്ടമല്ല, അല്ലെ? ചില ആളുകൾ പറയാറുണ്ട്, നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. എന്തിനാ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോരെ? അല്ല, നിങ്ങളൊക്കെ അള്ളാഹ് നിങ്ങളൊക്കെ ഇഷ്ടം, ഞങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോ ഞാൻ പറയും പ്രാർത്ഥിക്കൂല. നിന്റെ വിശ്വാസം തെറ്റാ. നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർ സ്വീകരിക്കൂല. അള്ളാഹുവിന് എല്ലാവരും ഇഷ്ടം കൂടുമ്പോ അള്ളാഹു ഒന്ന് പരീക്ഷയ്ക്ക് കൂടും. അല്ലാതെ അള്ളാഹ് ആരും ഇഷ്ടമല്ലാതെ ഇല്ല. പക്ഷെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ ഒരു സിൻസിയറിറ്റി കൊണ്ട്, നിഷ്കളർ കൊണ്ട് അള്ളാഹു സ്വീകരിക്കും എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചോണ്ട് എനിക്കൊരു പ്രത്യേകത, നിങ്ങൾക്കൊരു പ്രത്യേകത ഇല്ല എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹു എല്ലാവരെയും ഇഷ്ടമാ, അതിൽ ഉയർച്ച താഴ്ചയില്ല. കുറിയവനോ വലിയവനോ വെളുത്തവനോ കറുത്തവനോ പണക്കാരനോ പാമരനോ പണ്ഡിതനോ ഒന്നുമില്ല. അള്ളാഹു എല്ലാവരെയും അവരുടെ കർമ്മങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് അള്ളാഹു സ്നേഹിക്കുന്നത്. നിങ്ങളിൽ അള്ളാഹുവിന്റെ ആദരവ് ലഭിക്കുന്ന ആളുകള് ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധിയോടെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന അവരാരാണോ അവർക്കാണ് റബ്ബിന്റെ അടുക്കൽ കൂടുതൽ സ്ഥാനവും ആദരവും ഉണ്ടാവുക. അതുകൊണ്ട് അത് തയ്യാറായാൽ അള്ളാഹു ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് നല്ല വിശ്വാസം ഉണ്ടാവണം. അടുത്തത് അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി പടച്ച റബ്ബിനോട് കീഴടങ്ങുന്നൊരു മനസ്സുണ്ടാവണം. അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മറുചോദ്യം ഉണ്ടാവാൻ പാടില്ല. ഖുർആനിലുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മറുചോദ്യം ഉണ്ടാവാൻ പാടില്ല. അതെന്താ അങ്ങനെ എന്നൊരു ചോദ്യം ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾ കേൾക്കുകയും ഞങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നു. ഈ അനുസരണത്തിൽ, ഈ കേൾവിയിൽ നല്ല പാകപ്പുഴകളും ഞങ്ങൾക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ, ഞങ്ങൾക്ക് സാധ്യമാകാതെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ നാടാ എന്നല്ലാതെ അതൊക്കെ നടക്കുമോ? ചില ആൾക്കാർ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് നമ്മൾ അതൊക്കെ നടക്കുമോ? നമ്മുടെ ജീവിതത്തിന്റെ രാജ്യത്ത് നടക്കുമോ? ഈ കാലഘട്ടത്തിൽ നടക്കുമോ? ഇങ്ങനെ സംശയത്തോടുകൂടി ഖുർആനെ വിശ്വസിച്ചാൽ ഖുർആൻ പറയുന്ന കാര്യമൊക്കെ നടക്കും. കാരണം അത് പറഞ്ഞ ആളല്ല.
നമ്മുടെ മനസ്സിൽ ഈമാൻ ഉണ്ടായാൽ മതി. അങ്ങനെ റബ്ബ് പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞാൽ അതനുസരിക്കണം. അത് നമുക്ക് എത്ര സാമ്പത്തിക നഷ്ടമുണ്ടായാലും ശരി, അല്ലെങ്കിൽ നമുക്ക് ആർക്ക് നമ്മോട് അപ്രിയമുണ്ടായാലും ശരി, എന്റെ റബ്ബിന് എന്നെ ഇഷ്ടരാകണം, എന്റെ റബ്ബിന്റെ കൽപ്പന അനുസരിക്കുന്നു. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, നമ്മൾ കൽപ്പിച്ച ഒരു കാര്യം, അതിൽ നമുക്ക് ലാഭനഷ്ടങ്ങൾ നോക്കിയല്ല, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന ഒരു നിലപാടുണ്ടാകണം. അങ്ങനെയുള്ള അവസ്ഥയിൽ അന്തരിയ അള്ളാഹു തവക്കുൽ ചെയ്യുക. അപ്പൊ ഇത്രയും ക്വാളിറ്റീസുകൾ ഉണ്ടാവണം. അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കണം. കുറച്ചുകൂടിയും കുറച്ചവിടെയും പറ്റൂല, കുറച്ചുകൂടിയും കുറച്ചവിടെയും പറ്റൂല, എല്ലാം അള്ളാഹ് ഏൽപ്പിക്കണം. ഒരു കാര്യം മാത്രമില്ല, അല്ലെ? ഒരു കാര്യം മാത്രമല്ല, നിസ്കാരം അള്ളാഹ്. നിസ്കാരത്തിന്റെ അപ്പുറത്ത് പോയാലോ അള്ളാഹ് കൊണ്ട് പ്രാർത്ഥിക്കും, അത് പറ്റൂല. ഇബാദത്തുകളെല്ലാം റബ്ബിന്, പ്രാർത്ഥനയെല്ലാം റബ്ബിനോട്, എല്ലാ തവക്കുലും അല്ലാഹുവിനോട്, അത് മറ്റാരോട് ഏൽപ്പിക്കാൻ പാടില്ല. ഉദാഹരണം, മഹാന്മാരായ സലഫുകൾ പറയുന്നത്, ഒരാളെപ്പോൾ അങ്ങനെ നിൽക്കുക, അവിടെ നിന്ന് ഒരു സെക്കൻഡ് അവിടെ നിന്ന് മാറി, അപ്പോ ഒരു തേങ്ങ കണ്ട് വീണ്, ഒരു അടിയൊക്കെ മാറി, അയാൾ ആദ്യം നടത്ത് തേങ്ങ വീണു. ഓ, ഞാനിവിടെ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ ഇപ്പൊ തേങ്ങന്റെ തലേ വീണത്, അത് തവക്കുലിനെതിരാണ്. എന്താണ്? പടച്ചോൻ എന്നെ ഇവിടെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ പ്രയാസായന്. അവിടെ റബ്ബ് വരണം, അള്ളാഹ് വരണം. ഏതൊരു കാര്യത്തിനെ പോലും അള്ളാഹുവാണ് എന്നെ ഇവിടെ മാറ്റി നിർത്തിയവൻ. ആരെങ്കിലും എനിക്ക് സഹായം ചെയ്താൽ, ഓ റബ്ബ് അയാളെ കൊണ്ട് എനിക്ക് സഹായം ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇടകരായി പോയത്, അല്ലെങ്കിൽ അല്ലത്താക്ക നിങ്ങളില്ലെങ്കിൽ ഞാൻ പെട്ടുപോയാൽ എന്ന് പറഞ്ഞപ്പോൾ ഈ തവക്കുൽ. അള്ളാഹു നിങ്ങളെ കൊണ്ട് സഹായം ചെയ്യിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പ്രയാസപ്പെട്ടനെ. അവിടെ ആദ്യം അള്ളാഹ് വരണം. ഇങ്ങനെ അത് നമ്മുടെ ജീവിതത്തിന്റെ വാക്കുകളിൽ മാത്രമല്ല, ചിന്തയിലും പ്രവൃത്തിയിലുമല്ല. നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന പെൻസിൽ മുതൽ ബൈക്ക് മുതൽ കാർ മുതൽ അവർക്ക് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ ഇതെന്റെ റബ്ബിന്റെ ഗിഫ്റ്റാ, എന്റെ റബ്ബിന് എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നെ പരീക്ഷിക്കാൻ തന്നതാ. ഈ മോട്ടോർ സൈക്കിൾ എനിക്ക് റബ്ബാണ്, അതുകൊണ്ട് ഇതിൽ കയറി ഞാൻ പോകുമ്പോ അള്ളാഹു സ്നേഹിക്കുന്ന കുറെ എന്നെക്കാളും സ്നേഹിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. അവർക്കൊന്നും പ്രയാസം ഞാൻ ഉണ്ടാക്കാൻ പാടില്ല, അത് അള്ളാഹുവിന് ഇഷ്ടമാകില്ല. അങ്ങനെ മക്കളെ പഠിപ്പിക്കണം. അപ്പോൾ ആ മക്കൾക്ക് എന്ത് കിട്ടിയാലും അവർ അതിൽ അഹങ്കരിക്കുകയില്ല, അള്ളാഹു തവക്കുലുണ്ടാവും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തീരുമാനത്തിൽ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നമ്മൾ തൃപ്തിയടയണം. തവക്കുൽ ചെയ്തു എന്നൊരു കാര്യം നമ്മൾ ചിന്തിച്ചതിന് വിപരീതമായിട്ടാണ് നടന്നതെങ്കിൽ, ഞാനൊരു പൊട്ടൻ, അന്ന് പോയി ലോൺ എടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്താൽ മതിയായിരുന്നു, ഞാൻ ഇസ്ലാമം നോക്കിയിട്ട് പഠിച്ചോണ്ട് ഞാൻ പാകം പെട്ടുപോയല്ലോ എന്നൊരു വാക്ക് വായന്ന് വരാൻ പാടില്ല. അള്ളാഹു നിനക്ക് നീ ഉദ്ദേശിച്ച വിപരീതമായി സംഭവിച്ചെങ്കിൽ അതാണ് നിനക്ക് ഖൈറ്. ഒന്നുകിൽ പരീക്ഷണം, അല്ലെങ്കിൽ ഖൈറ. അതിന് വെറുതെ നിനക്ക് അള്ളാഹു ബാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖളയിലെ തൃപ്തിപ്പെടണം. അല്ലെ, നീ അള്ളാഹുവിനെ തൃപ്തിപ്പെടണം. നിന്റെ മനസ്സിന്റെ അള്ളാഹുവിന്റെ ആ പ്രവൃത്തിയെ കുറിച്ച് തൃപ്തിപ്പെടണം. എങ്കിൽ മാത്രമേ ആ തവക്കുൽ പരിമോദനെത്തുകയുള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ അവനെ അനുസരിച്ച് അവനെ കീഴ്പ്പെട്ട് അവൾ തവക്കുൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. إن الحمد لله كثيرا طيبا مباركا فيه ربنا غير الله وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിന്റെ യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പരിപൂർണ മുത്തഖയായിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മുസ്ലിം ആയിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട കൊള്ളണേ എന്ന് സ്വന്തത്തോടെന്ന് പോലെ വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിന്റെ അത്താണി, നമ്മുടെ ഏറ്റവും വലിയ ശക്തി, പ്രതീക്ഷ അള്ളാഹുള്ള തവക്കുല. അത് ഈമാന്റെ പരിപൂർണതയാണ്. അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈ പറഞ്ഞ പ്രാഥമികമായ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് അത് സ്വീകരിക്കുക. പടച്ച റബ്ബ് തൃപ്തിപ്പെടുന്ന ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ തവക്കുൽ അത് ഫലപ്രാപ്തിയിലെത്തും. അള്ളാഹു അത്തരം ആളുകൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ.
നമുക്ക് ജീവിതത്തിൽ നമ്മൾ അറിയാതെ പല പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തകർന്നു പോകരുത്. നാം റസൂലുള്ളാഹി പറയുകയുണ്ടായി, ഏതൊരാള് ജനങ്ങളോട് കരുണ കാണിക്കുന്നുവോ അവരോട് അള്ളാഹു കരുണ കാണിക്കുമെന്ന്. അങ്ങനെ കാരുണ്യമുള്ള, അതുപോലെ തവക്കലുള്ള, ക്ഷമയുള്ള, അർപ്പണബോധമുള്ള ജീവിതമായി നമ്മൾ മുന്നോട്ട് പോകണം. ഒരു പ്രത്യേക കാര്യം ഉണർത്താനുള്ളത്, എൻ്റെ ഒരു സുഹൃത്തും പണ്ഡിതനുമായ കുഞ്ഞു മുഹമ്മദ് മൗലവി, അദ്ദേഹം മണ്ണാർക്കാട് സ്വദേശിയാണ്. അദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റി അദ്ദേഹത്തിൻ്റെ തലയോട്ടി മാറ്റിവെച്ച് 3 മാസത്തോളം അദ്ദേഹം കോമയിലായിരുന്നു. ചെറിയ 2-3 കുട്ടികളാണുള്ളത്. ഇപ്പോൾ അദ്ദേഹം ബുദ്ധിപരമായ നോർമൽ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയാതെ വീട്ടിൽ തന്നെ തലയുടെ ഒരു ഭാഗം ഒട്ടിയത് പോലെയാണുള്ളത്. അങ്ങനത്തെ ഒരു പ്രയാസമുള്ള അവസ്ഥയിലാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം പോറ്റാൻ നിവൃത്തിയില്ല. 25-30 ലക്ഷം രൂപ ഓപ്പറേഷൻ ചെലവായി. അതിൽ ഭൂരിഭാഗം കടത്തിലാണ്. ഞങ്ങളെ പ്രയാസമൊക്കെയാണുള്ളത്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന പരമാവധി ഒരു സഹായം. ഒരു പണ്ഡിതനാണ്, ഒരുപാട് ഇൽമ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത മനുഷ്യൻ. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും അദ്ദേഹത്തിന് പരിപൂർണ്ണ ആരോഗ്യത്തോടുകൂടി അള്ളാഹു ദീനിന്റെ ദഅവത്ത് നടത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നല്ല ഖിറാഅത്തും നല്ല ഖുതുബയും ഒക്കെ ആയിരുന്നു. അള്ളാഹുവിന് പരീക്ഷണമാകാം. അള്ളാഹു അതിൽ വിജയിപ്പിക്കുമാറാകട്ടെ. അവിടെ കഴിയാവുന്ന പരമാവധി സഹായം അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം മുസീബത്തുകളിൽ നിന്ന്, അത്യാഹിതങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشبه خلقنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.